ഇന്ന് വെണ്ടയ്ക്ക കൊണ്ടൊരു സ്പെഷ്യൽ കറിയാണ് ഞാനും മതി ടീച്ചറും കൂടെ വെക്കാൻ പോണത്. അല്ല ടീച്ചറെ, വെണ്ടയ്ക്കൊക്കെ ടീച്ചർ ഒരു പ്രത്യേക ഇതിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, പൂ പോലെയൊക്കെ. ഇതന്നെ, ഇത് എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്? അതെ, അതിൻ്റെ ഉള്ളിൽ അരവൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ വറുത്ത് അരച്ച് കഴിഞ്ഞിട്ട് അതിൽ തേച്ച് വെക്കും. കറിയും വെക്കാം, അങ്ങനെ വേണമെങ്കിൽ എണ്ണയിൽ പൊരിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ കൂടുതൽ കട്ടിയിൽ ഒരു പലഹാരം പോലെ വേണമെന്നുണ്ടെങ്കിൽ മൈദ ലൂസാക്കി കലക്കുക. എന്നിട്ട് കുറേ മുളക് പൊടി അങ്ങനത്തെ കുറേ ഇൻഗ്രീഡിയൻസൊക്കെ ഉള്ളിയൊക്കെ അരച്ചിട്ട് അതിലോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് മുക്കിയിട്ട് എണ്ണയിൽ പൊരിച്ചിട്ട് ചോറിന് കൂട്ടാം, ചായക്ക് കൂട്ടാം. ശരിക്കും നമ്മൾ മാങ്ങയൊക്കെ അച്ചാറിടാൻ വേണ്ടി അരിയുന്നതും കക്കരിയൊക്കെ അരിയുന്ന അപ്പം ഒരു ഗുണമുണ്ട്, എടുക്കുന്നതൊക്കെ ഒരു വെണ്ടയ്ക്ക് മുഴുവനും കഴിക്കാം. അതെനിക്ക് തോന്നി, അതിലീ നേരം കൊണ്ടുപോകില്ല. അപ്പം നമ്മള് ഈ പറഞ്ഞാൽ ഇത് വറക്കുവാണ് ചെയ്യുന്നത് അതോ? നമ്മളിത് ആദ്യം ഈ വറക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ വെച്ചേക്കണത്. അല്ല, ഞാൻ ചോദിച്ച വെണ്ടയ്ക്ക നേരത്തെ പറഞ്ഞ മൈദയൊക്കെ മുക്കി വറക്കുന്നത് അതാണോ കറിയാണോ വെക്കുന്നത്? ഇല്ല, നമ്മൾ കറി എന്ന് പറഞ്ഞാൽ അധികം വെള്ളം പോലെ ആവില്ല, ഒരു ലൂസ് പരുവത്തിൽ, ഇങ്ങനെ കുഴമ്പ് രൂപത്തിലുള്ള എന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതെ, ടീച്ചർ ഉണ്ടാക്കുന്നത് എന്തായാലും അത് നല്ല അടിപൊളിയായിരിക്കും. അയ്യോ, സ്റ്റൗ ഓൺ ചെയ്തിട്ടേ ഇത് വെച്ച് പാന് വെച്ച് ചൂടായി വരുമ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. ചട്ടിയൊന്ന് ചൂടാവണം. കുറച്ച് എണ്ണ ഒഴിക്കാം. ഇത്ര എണ്ണ ഒഴിച്ചിട്ട് ഈ ഉള്ളി ഇട്ട് കൊടുക്കാതെ, ചെറിയുള്ളി ഒരു 9 ഉണ്ട്. വെളുത്തുള്ളി ഒരു 3 ഇട്ട് കൊടുത്തേ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഒരു നുള്ളു ഉലുവ ഉണ്ട് കേട്ടോ, ഇരുന്നോട്ടോ, ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കടുത്തത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടിട്ട് ഒരു ബ്രൗൺ കളറായി വരണം. വെണ്ടയ്ക്ക ശരിക്കും ആരോഗ്യത്തിന് നല്ല ഒരു സംഭവം അല്ലേ? ആരോഗ്യത്തിന് നല്ല സംഭവമാണ് വെണ്ടയ്ക്ക. പിന്നെ വെണ്ടയ്ക്ക നല്ലതല്ലേ? പൊതുവായിട്ട് എല്ലാ പച്ചക്കറികളും നമുക്കൊന്നിനൊന്ന് മെച്ചമുള്ളതല്ലേ. അത് പെട്ടെന്ന് മൂത്ത് കിട്ടാൻ കുറച്ച് ഉപ്പിട്ട് വെക്കാൻ. വെണ്ടയ്ക്ക പച്ചയ്ക്കാണെങ്കിലേ ചെടിയെന്ന് തന്നെ പറിച്ച് തിന്നാനും. പിന്നെന്താ, അധികം മൂക്കാതെ പിഞ്ച് വെണ്ടയ്ക്കാന്ന് പറയുന്നത്. ഒരു കിറുകിറിന്നിരിക്കും. നല്ലതാണ് അത്, കുട്ടികൾ തിന്നുന്നു, വലിയവർ തിന്നുന്നൊക്കെ നല്ലതാണ്. 10-15 മിനിറ്റ് വേണമല്ലേ? 15 മിനിറ്റ് വേണം. അപ്പോൾ ഇതേപോലെ ചുവന്ന് കിട്ടണം. ഫ്ലെയിം കൂട്ടിയാലും അത് ചിലപ്പോൾ കരിഞ്ഞു പോകും. ഇതിനകത്ത് ഏറ്റവും സമയം എന്ന് പറയുന്നത് ഈ വറുത്തെടുക്കുന്നതാണ് സമയം. പിന്നെ ഇതിൽ പുരട്ടി വയ്ക്കുമല്ലോ, അത് എത്ര നേരം വെച്ചാലും അത് ഗുണമാണ്. വെണ്ടയ്ക്കപ്പോൾ ഒന്നും കൂടി ഒന്ന് സ്മൂത്തായിട്ട് വരും. പിന്നെ ഈ വെണ്ടയ്ക്കേനെ പറ്റി അത് ശരിയാണെന്ന് തോന്നുന്നു. ചിലർ പണ്ടുള്ളവർ പറയാറുണ്ട്, വെണ്ടയ്ക്ക നമ്മൾ തോട്ടത്തിൽ നിന്ന് പറിച്ച് വെച്ചാലും, മൂക്കാത്ത വെണ്ടയ്ക്ക പറിച്ച് വെച്ചാലും, കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് വെച്ചാലും ഇരിക്കും തോറും അത് മൂക്കും അത്ര. അങ്ങനെ പറയാറുണ്ട്.
അതിന് മൂപ്പ് കൂടി പോകും. പെട്ടെന്ന് തന്നെ വെണ്ടയ്ക്കൊക്കെ വാങ്ങിക്കൊണ്ട് വന്നാൽ പറിച്ചുകൊണ്ട് വന്നാൽ വേഗം ഉപയോഗിക്കണമെന്ന് പറയാറുണ്ട്. അങ്ങനെ വെണ്ടയ്ക്കേനെ പറ്റി പറയുമ്പോൾ അതൊക്കെയാണുള്ളത്. പിന്നെ ഒരു 2-3 കളർ വെണ്ടയ്ക്കയുണ്ടല്ലോ. വയലറ്റ് വെണ്ടയ്ക്കയുണ്ട്, ആ പിന്നെ ഒരു മഞ്ഞ പോലത്തെ ഒരു വെണ്ടയ്ക്കയുണ്ട്, ഇതേപോലത്തെ ഒരു വെണ്ടയ്ക്ക ആ ഉണ്ട്. സങ്കരമാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഗ്രീന്. നമ്മുടെ ഗ്രീൻ വെണ്ടയ്ക്കാണ് അതെ എല്ലായിടത്തും ഉള്ളത്. അത് പണ്ടേ സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ്. ഒരു ബ്രൗണിഷ് ആവാൻ തുടങ്ങി. ഇനി നമുക്കതിലോട്ട് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി അതൊന്നും കൂടി ഒരുമിച്ചൊന്ന് വറുത്ത് സെറ്റാക്കാം. ഏകദേശം അയച്ചിട്ടുണ്ട്. നമുക്കത് ജാറിലോട്ടിട്ടിട്ട് അരച്ചുകൊണ്ട് വരാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് എത്ര മതി വെള്ളം അരച്ചിട്ട് വരാം. നമ്മൾ അരച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ വെണ്ടയ്ക്ക എടുക്കണേ. എന്നിട്ട് ഇതിങ്ങനെ തേച്ച് കൊടുക്കണം, നിറച്ച് കൊടുക്കണം. എത്രമാത്രം നിറയ്ക്കാവോ അത്ര നമുക്ക് ടേസ്റ്റ് കേട്ടോ. ഒരു വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ തേച്ച് നമ്മൾ ഈ തുറന്ന് വെച്ചിട്ടുണ്ടല്ലോ സംഭവം, അതിലോട്ട് വെച്ചിട്ട് ഇതട്ടി ബാക്കിയുള്ളത് അതിൻ്റെ മേലെ വെച്ചാൽ മതി. നമ്മുടെ ഒരു പഴം നിറച്ചതുപോലെയൊക്കെയുള്ള ഒരു വിഭവമാണ്. എന്തൊക്കെയാ ഓർമ്മ വരുന്നല്ലേ. അതാണ് ഇപ്പോൾ മുമ്പെന്താ പറഞ്ഞാൽ മാങ്ങ കീറി, അതുപോലെ പിന്നെ കക്കരിക്ക. നമുക്കെങ്ങനെ ഓരോന്ന് പരീക്ഷിച്ച് നോക്കാം. ഏതിലാ ടേസ്റ്റ് കൊടുക്കുകയെന്ന് അറിയില്ലല്ലോ. പിന്നെ അത് ഇവിടെ ഇരുന്നു വീഴുന്ന അരപ്പ് അതിലേക്ക് തന്നെ വീണോട്ടെ. ശരിക്കതിങ്ങനെ തേച്ചിട്ട് അവിടെ വെച്ചേക്കണം. എന്തായാലും ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു ആരും തന്നെ ഇങ്ങനെ ചെയ്ത് കഴിച്ചിട്ടുണ്ടാവില്ല. വെണ്ടയ്ക്കൊണ്ട് വറുത്തരയ്ക്കുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂടും. കരിയാനും പാടില്ല, പച്ചയിലിരിക്കാനും പാടില്ല. പച്ചയിലിരിക്കുമില്ല, കരിയുമില്ല. അങ്ങനത്തെ ഈ സ്റ്റേജിൽ വേണം വരാൻ. ഒരു സ്മെല്ലൊക്കെ കണ്ടില്ലേ? അങ്ങനത്തെ ഒരു പരുവത്തിലെടുക്കുകയാണെങ്കിൽ സൂപ്പറാണ്. 2-3 പ്ലേറ്റും ചോറൊക്കെ തിന്നും. പിന്നെ വറുത്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു 4 മണി പലഹാരമായിരിക്കും അല്ലേ? വറുക്കുന്നതാ അത്. വറുക്കുന്നത് ഇപ്പോൾ എരിവ് കൂടുതൽ കൂട്ടുകയാണെങ്കിൽ നമുക്ക് ചോറിന് എടുക്കാം. എരിവ് കുറച്ചാലും ഓരോരുത്തരുടെ പ്രിയമാണത്. പിന്നെ ഇപ്പോൾ പലഹാരത്തിന് കൂട്ടുകയാണെങ്കിൽ തീരെ എരിവ് വേണ്ടെന്ന് എൻ്റെ അഭിപ്രായം. വൈകുന്നേരം ഇങ്ങനെ നമ്മൾ ഈ ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതേപോലെ അങ്ങോട്ട് പൊരിച്ചെടുത്തിട്ട് കൂട്ടാം. പക്ഷെ കുറച്ച് എണ്ണ കയറി പോകും കേട്ടോ, ചിലവാകും. ഇതിങ്ങനെ ഇതിൽ നിറച്ചിട്ട് ഒരു 10-20 മിനിറ്റ് വെക്കുകയാണെങ്കിൽ അതിൽ ഉപ്പ്, പിന്നെ ഇത് നമ്മൾ വറക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, ഉപ്പ്
അതേപോലെ തന്നെ മുളക്, തേങ്ങ, ജീരകം എല്ലാം ഇതിൽ നമ്മൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ടുണ്ട്, ഉലുവ, അതിൻ്റെ എല്ലാം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അതെല്ലാം ഇതിൽ കിട്ടുവേ. എന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ കറി വെക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇടേണ്ടതായിട്ട് വരും. നമ്മളൊരു 10-20 മിനിറ്റ് വെച്ചതിന് ശേഷം വെള്ളം ഒഴിക്കണം. ഇതേപോലെ ആക്കിയിട്ട് ഒരു 10-20 മിനിറ്റ് നേരം വയ്ക്കുക. എന്നിട്ട് അപ്പോൾ ഇത് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യും ഇവിടെയൊക്കെ അങ്ങനെ ഒരു സോഫ്റ്റ്. നോക്കാത്ത വെണ്ടയ്ക്കയും കൂടി ആണെങ്കിൽ പിന്നെ പറയും വേണ്ട. എന്നിട്ട് പിന്നെ എടുത്ത് വയ്ക്കാം. ഇതിലൊരു സാധനത്തിൻ്റെ കുറവുണ്ട്. എന്താ? അല്ല, നാരങ്ങയല്ല. നാരങ്ങ ഞാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പുളി നമ്മൾ ഇട്ടില്ലല്ലോ. പുളിക്ക് പകരം, അതായത് ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ ഈ പച്ചക്കറിക്ക് അധികവും വാളംപുളിയാണല്ലോ. മഴക്കാലത്ത് പ്രത്യേകിച്ച് ഈ വാളംപുളി നമ്മളെ ഇൻഡസ്ട്രിയിൽ, ലാർജ് ഇൻഡസ്ട്രീന്, വൻകുടൽ, ചെറുകുടലൊക്കെ ഇല്ലേ, അതിനെ നശിപ്പിക്കും. അപ്പോൾ ഈ പുളിയാകുമ്പോൾ എന്താണ്, ഇതിന് ഈ ചെറുനാരങ്ങ ആകുമ്പോൾ അതിന് നമുക്ക് പുളിയും കിട്ടും, അങ്ങനെയുള്ളതൊന്നും. പക്ഷേ ദിവസം ആവരുതെന്ന് മാത്രം കേട്ടോ, അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ പുളി അതിൽ ഇരുന്നിട്ട് സെറ്റായിക്കോളും. ഒരു ചെറുനാരങ്ങ മതി. ഒരു ചെറുനാരങ്ങയുടെ പുളി മുഴുവൻ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ പുറമെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ സംഭവം, നമ്മളെ കറിവേപ്പില ഇടാണ്. പിന്നെ ഇനിയും ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇത് വറുക്കുമ്പോൾ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് വറുക്കുക എണ്ണയിൽ. വറുത്തിട്ട് കഴിഞ്ഞിട്ട് ഇത് അരച്ചാൽ അതിൻ്റെ ടേസ്റ്റും കിട്ടും. പച്ചയല്ല കേട്ടോ, പച്ചക്കടുകല്ല, അത് കുത്തുകയുള്ളൂ. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റെങ്കിലും അങ്ങനെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. 5 മിനിറ്റായി. നമുക്കിനി സ്റ്റവ് കത്തിച്ചിട്ട് ഇതിലോട്ട് വെക്കാം. ഇത് വെച്ച് കൊടുക്കാം. വെള്ളമൊക്കെ അത് മതി അല്ലേ? വെള്ളം മതി, വെണ്ടയ്ക്കല്ലേ. നമ്മൾ ചാറാക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ഇനി ലാസ്റ്റിലത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മളിതിന് വറവിടില്ല. അതിന് പകരം എന്ത് ചെയ്യും, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ആ ചട്ടിയോടെ അവിടെ വെച്ചേക്കുക. ആ ചട്ടിയിൽ നിന്ന് മാറ്റുമല്ലോ, നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ എടുക്കുന്നില്ല. ലാസ്റ്റ് ആ ചട്ടി വടിക്കുന്നവർക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അത്. അപ്പോൾ എണ്ണയും കൂടി ഒന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ അത് ഓഫാക്കി അവിടെ വെച്ചാൽ വെണ്ടയ്ക്ക കറി റെഡി. ആ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ അതിലേക്ക് എടുത്തിടണ്ട. ടേസ്റ്റ് അപ്പോൾ കഴിച്ച് നോക്കട്ടെ ടീച്ചറെ. നീ വേണമെങ്കിൽ പറയണം കേട്ടോ. ഇത് മൊത്തം കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാം. അത് മതി, കഴിച്ച അതാ ഞാൻ ചേച്ചി ഒന്നും കൂടി തരാം. അടിപൊളി സംഭവം. തിന്നാൽ ഇത് ശരിക്കും ഒരു കറിയല്ല, ഇതൊരു പലഹാര. അതല്ലേ? സൂപ്പർ, അടിപൊളി. ചോറ് തിന്നാൻ പറ്റും. ചോറ് വേണം തന്നെ ഇല്ല, വെറുതെ തിന്നാം. വെറുതെ ചോറിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ പറയണത്. ഒരെണ്ണം ഇങ്ങനെ ഇട്ടേരെ. ഓ പിന്നെന്താ, എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഇതെല്ലാവരും കാണുന്നുണ്ടല്ലോ. അതെ. അപ്പം ഇതേപോലെ അധികം പണിയൊന്നുമില്ല.
അതെ അതെ. ഇതുപോലെ മസാലയൊക്കെ അതിനകത്തിരിക്കുന്ന ശരിക്കും നമ്മള് എന്തൊരു നല്ലൊരു പലഹാരം തിന്നുന്ന ഒരു ഫീലാണ് എനിക്കുള്ളത്. ആണല്ലേ? പിന്നെ ചോറിനൊക്കെ കൂട്ടായിരിക്കും ഒരു സൈഡ് കറിയിട്ട്. അത് എനിക്ക് തോന്നുന്നു ചോറിനൊന്നും കൂട്ടണ്ട, ഇത് വെറുതെ പെറുക്കി തിന്നുക. അതല്ലേ, കുട്ടികളും അത് വെറുതെ ഇരുന്നിട്ട് പെറുക്കി തിന്നും. അതുപോലെ ചോറിന് ഭയങ്കര ഇഷ്ടമാവും. അതെ, പിള്ളേർക്ക്. പിന്നെ ഇങ്ങനെ വെണ്ടയ്ക്ക കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ആരും ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. ഇപ്പം എല്ലാവരും മുളകും ഇതൊക്കെ ബജി ഉണ്ടാക്കുന്നുണ്ട്. ഇത് ബജിയല്ല, ഒരു വ്യത്യസ്തമായ അതെ, ഇതിനെന്തെങ്കിലും പേരിടണം. അടിപൊളി സംഭവം. അപ്പം നമ്മള് ഒരേ ഇരിപ്പിന് തന്നെ തിന്നു തീർക്കുന്ന ഒരു സംഭവം ടീച്ചർ ഉണ്ടാക്കി വെക്കുന്നത്. ഇതുപോലെ ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കാം, അന്നേരം മനസ്സിലാകും അതിന്റെ ടേസ്റ്റ് ഇതെന്താണെന്നുള്ളത്. ഇതിൽ ചേർത്ത പോലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തി കുറച്ചൊരു 250 ഗ്രാം മതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. ചൂടോടെ തന്നെ അതുപോലെ കഴിച്ചോളൂ. 250 ഗ്രാം തികയില്ല, 1/2 കിലോ തന്നെ മേടിച്ചോ. ഒരാ തോന്നുന്നു ഒരു 2-3 പേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ 1/2 കിലോ തന്നെ മേടിച്ച് ഇതേപോലെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കഴിച്ചോണ്ടിരിക്കാം. നല്ലതല്ലേ? ഒരു അടിപൊളി വിഭവമാണ്. അത് അടിപൊളി എന്ന് മാത്രമല്ല, വെറൈറ്റിയാണ്, അതിനകത്ത് ഒരു സംശയമില്ല. അപ്പം കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. എല്ലാവരും ഇത് ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഉണ്ടാക്കി നോക്കുക, അല്ലേ? ആ കീറുന്ന അത് മുറിക്കുന്നതും എല്ലാം ആ രീതിയിൽ തന്നെ എടുത്ത് ചെയ്യുക, അല്ലേ? ഒരു വെണ്ടയ്ക്ക് അങ്ങനെ 4 മതി അതിൽ തന്നെ. പക്ഷെ അറ്റത്തേക്ക് കൊണ്ടുപോകും ചെയ്യരുത്. അതിന് അറ്റത്ത് അധികം മുട്ട് മുഴുവൻ കളയാതെ വെച്ചാൽ മതി. അപ്പം അത് കീറി പോവില്ല. അപ്പം ഈ ഗംഭീരമായ വിഭവം എല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യുക, അല്ലേ? അഭിപ്രായം പറയാം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.